അല്ലല്ല അത് അവരുണ്ടല്ലോ സോഷ്യൽ ക്ലബിന്റെ സെക്രട്ടറിയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് 2 ടീച്ചർമാരാ. അതിൽ ഒരു ടീച്ചറാണ് ഈ കോൺഗ്രസിന്റെ അനുയായിയായിട്ടുണ്ടായ വൈഫാണ്. അവർക്ക് അതിപ്പോ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ ടീച്ചർക്ക് നടപടി എടുക്കണമെന്ന് പറയാണ്ട് ഈ മഞ്ചേശ്വരത്തിന്റെ AK അഷ്റഫ് ഒറ്റ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ കൂടി ഉണ്ടല്ലോ സവർക്കർ. എന്തുകൊണ്ട് സവർക്കർ വരുമ്പോ ഇത്രക്ക് അവർക്ക് കത്തുന്നത് എന്തിനാണ്? എന്റെ ചോദ്യം അതാണ്. ഇപ്പോ രാജ്ഭവൻ ഉണ്ണിത്താൻ MP മോദിജി ഷൂട്ടാക്കിങ്ങിൽ പോലും വന്ദേ മാത്രം ഫുള്ള് പാടുന്ന പറഞ്ഞു. അപ്പൊ ഇതെല്ലാം രാഷ്ട്രത്തിനെ ദ്രോഹിക്കുന്ന ഒരു വിഷയങ്ങളല്ലേ? രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ സവർക്കർ ആവുന്നില്ല. രാജ്യത്തിന്റെ ഒരു സോങ് നമ്മളെ വന്ദേ മാത്രം അതും കൂടി ഫുള്ള് സ്റ്റാൻഡ പാടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഇവർ ആന്റി നാഷണലിസം അല്ലേ ആക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ MLA മാരും അതേപോലെ കോൺഗ്രസിന്റെ MP മാര് ഇത്രക്ക് രാജ്യദ്രോഹ വർക്കുകൾ ചെയ്യുന്നത്? രാജ്യത്തിൽ ഭാരതത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആയിരക്കണക്കിന്റെ ആൾക്കാർ മാത്രമല്ല മില്യൺസിന്റെ ആൾക്കാർ ഭാരതത്തിൽ ഉണ്ടാകുമ്പോ എല്ലാവരും ആരാധിക്കുന്ന വന്ദേ മാത്രം എന്തുകൊണ്ട് ഈ MP പാടുന്നില്ല എന്ന് പറയുന്നത്? ഒരു ഭാഗത്ത് VD സവർക്കറിന്റെ പേര് വന്നു കഴിഞ്ഞെങ്കിൽ എല്ലാ മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ്മാർക്ക് കത്തുന്നത് നിങ്ങൾക്കറിയാമോ? അന്നത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ലീഡറായിട്ടുള്ള AKG ആണ് ഇദ്ദേഹത്തിന് വീർ സവർക്കർ എന്ന് പേര് കൊടുത്തത്. അന്നത്തെ ഇന്ദിരാഗാന്ധിജിയാണ് പറഞ്ഞിട്ടുള്ളത് ധീരനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അന്നത്തെ കോൺഗ്രസ് ലീഡറും പിന്നെ കമ്മ്യൂണിസ്റ്റ് ലീഡർ ഇദ്ദേഹത്തിന് പുകഴ്ത്ത് പറഞ്ഞിട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ലീഡേഴ്സ് ആ ഹിസ്റ്ററിനെ മായ്ക്കുന്നുണ്ട്. ഒരിക്കലും ഹിസ്റ്ററിനെ മായ്ക്കാൻ പറ്റുന്നില്ല. ഹിസ്റ്ററി ഈസ് ഓൾവേസ് ഹിസ്റ്ററി. ഇപ്പോ എന്ത് വേണമെങ്കിലും മുസ്ലിം ലീഗിക്ക് പറയാം, അത് തിരുത്താൻ പറ്റുന്നില്ല. സോ ഞങ്ങളെ കുട്ടികൾക്ക് ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ അധികാരമുണ്ട്. ഞങ്ങളെ മാസ്റ്റർമാർക്ക് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന എല്ലാ റൈറ്റ് ഉണ്ട്. അതിനെ പൊളിറ്റിക്കൽ പവർ യൂസ് ആക്കിക്കൊണ്ടോ മാസ്റ്റർമാരെ പേടിപ്പിച്ചിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് BJP ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ആസ് എ BJP ജില്ലാ പ്രസിഡന്റ് നമുക്ക് പറയാനുള്ളത് അതാണ്. തെറ്റായ ചോദ്യത്തിൽ ഓപ്ഷൻസ് അല്ലേ അവിടെ ഉള്ളത്. തെറ്റായ ചോദ്യം എന്ന് പറഞ്ഞ സാംഘികമായിട്ട് അത് ചോദ്യം മിസ്റ്റേക്ക് ആയിട്ട് ഓക്കെ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് തെറ്റായ ചോദ്യം നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് VD സവർക്കറിന്റെ പേര് പറയുമ്പോ എന്തിനാണ് ഈ മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ് ഇത്ര കത്തുന്നതെന്ന് ചോദിക്കുന്നത്? അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിട്ടില്ലേ? VD സവർക്കർ ശിക്ഷ അനുഭവിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സവർക്കർ ശിക്ഷ അനുഭവിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച നേതാവാണ്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചത് ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഞങ്ങളിപ്പോ പറയുന്നത് എന്താണ്? VD സവർക്കറെ പുകഴ്ത്തി പറഞ്ഞതിന്റെ പേരിലാണ് അധ്യാപകനെ സസ്പെൻഷൻ ലെറ്റർ കൊടുത്തത്. നിങ്ങൾ പറയുന്ന ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്? ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ, ഓർഡർ വന്നിട്ട്. എന്തുകൊണ്ട് ഗുരുപ്രസാദിന് ഒരു ചുമതല അല്ലല്ല ഏയോക്ക് ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. ഏയോ എന്തുകൊണ്ടാണ് നോക്കാത്തത്? ഏയൊക്കെ ഉണ്ടല്ലോ. അതെ, അത് വരട്ടെ. ഞങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിന്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ RSSൽ വർക്ക് എടുക്കുന്ന ടീച്ചേഴ്സ്മാരെതിരാണ് നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ. അത് അവിടെ കോൺഗ്രസിന്റെ ടീച്ചർ എന്തുകൊണ്ടാണ് അത് അവരെ ഇത് കൊടുക്കാണ്ട്? കുമ്പള ഉപജില്ലയുടെ സെക്രട്ടറിയാണ് ഗുരുപ്രസാദ്. അവർക്കാണ് ഇതിന്റെ ചുമതല, അവരുടെ നേതൃത്വത്തിലാണ്. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ടീച്ചർ പക്ഷേ ആ കമ്മിറ്റിക്കല്ല എടുക്കേണ്ടത്. കമ്മിറ്റി ഗ്രൂപ്പിൽ എടുക്കേണ്ടത് ഒരാൾക്ക് മാത്രമല്ലല്ലോ എടുക്കേണ്ടത്. നടപടിയെടുത്തു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇത് ചുമതലയില്ലാത്തതിന് നടപടിയെടുത്തു. തുടരെ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയിൽ എന്താണ് തെറ്റുള്ളത്? തെറ്റാണ്. VD സവർക്കർ എന്ന് പറഞ്ഞിട്ടാകുമ്പോ ഒറ്റ ആ സവർക്കറിന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ സസ്പെൻഷൻ ഓർഡർ വന്നത്. അല്ലെങ്കിലോ ഒരിക്കലും വരട്ടിയില്ല. നമ്മളെ ചോദ്യം അതാണ്. VD സവർക്കർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസ് ലീഡർക്ക് കത്തുന്നത് എന്റെ ചോദ്യമാണ്. അയാള് സമര പോരാളി അല്ലേ?
അദ്ദേഹം കൂടുതലായിട്ട് ജയിൽവാസത്തിൽ ഉണ്ടായല്ലോ ഒരാള്. ആരാണ് ജയിൽവാസത്തിൽ ഉണ്ടായത് കൂടുതലായിട്ട്? ഞങ്ങളുടെ ചോദ്യമാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട്, നമുക്ക് പഠിപ്പിക്കണം.